ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റെഡ് മൂണിന് ശേഷം ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് മുന്നേയും അതിന് ശേഷവും അതിൻ്റെ ആ ടൈമിലും ഒക്കെ കുറച്ചധികം ആൾക്കാർ കുറേ പ്രോബ്ലംസ്, അസുഖങ്ങൾ, അങ്ങനത്തേക്കുള്ള കുറേയധികം സംഭവങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കാർഡ് എടുക്കാമോ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ പറയുന്ന റീഡിങ് ചെയ്യുന്നത്. അപ്പം കുറേയധികം ആൾക്കാർക്ക് റിലേഷൻഷിപ്പ്, കുറേയധികം ആൾക്കാർക്ക് പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, കണ്ണേറ്, കമ്പയർ, ഈഗോ, അങ്ങനത്തെ കുറേയധികം സംഭവങ്ങൾ വരുന്നതായിട്ട് കുറേയധികം ആൾക്കാർ പറഞ്ഞു. ദേഷ്യം, അങ്ങനെയൊക്കെ ഒന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലായിട്ട് കുറേയധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഇത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇതൊരു ജനറലായിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പം അത് സംബന്ധിച്ച് ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്കിൽ പോലും അതുമായിട്ട് ബേസ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം നിങ്ങൾ സൂക്ഷിക്കേണ്ടതും, എന്താണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഈ സമയം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആരടുത്ത് പോകണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്തൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്. എന്നെ സഹായിക്കാൻ ആരുണ്ട്, നിങ്ങൾ ആരെങ്കിലും തേടി പോയിരിക്കും ഈ ഒരു സമയത്ത് ഒന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഈ സമയത്ത് പൂർണ്ണമായിട്ടും ഒറ്റപ്പെടും, ഒരു ഡൗൺ സിറ്റുവേഷനിലാവും. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് റിയലൈസേഷൻ ആയിരിക്കും, ഇതെൻ്റെ കർമ്മയാണ്. കുറേ അധികം ആൾക്കാർ തെറ്റുകുറ്റങ്ങൾ, മാപ്പ് പറച്ചിൽ, അതൊക്കെ ഉണ്ടാവുന്നൊരു സമയമായിരിക്കും. ആൾക്കാരെ റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. ആര് കൂടെ നിൽക്കും, ആര് കൂടെ നിൽക്കത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലും കണ്ണീർ, കമ്പയർ, ദൃഷ്ടിദോഷം, ഇവിളെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എനർജി വെച്ച് കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനർജി ബേസിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് ഇന്നറിലായിരിക്കും കൂടുതലും വരുന്നത്. നിങ്ങൾ ഒറ്റപ്പെടും, വിഷമിക്കും, എനിക്ക് ആരും ഇല്ലല്ലോ, ഒരു മൂഡ് സ്വിങ്സ് ക്യാരക്ടറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിൽ നിന്നും കൂടെ നിന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ചില ആൾക്കാർ നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകുന്നതായിട്ടൊക്കെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സഫറിങ് സ്റ്റേജാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ആവണം, ചില സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു. ഇത് പലർക്കും പല സിറ്റുവേഷനിലായിട്ടാണ്. കാരണം ഓരോരുത്തരെ എനർജിക്ക് അനുസരിച്ചാണ് ഈ സിറ്റുവേഷൻ മാറുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്, റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബേസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രോഗ്രാംസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. അതല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈം എൻഡായിട്ട് പുതിയൊരു ടൈം വരണം, മേ ബി നിങ്ങൾക്ക് നല്ല ജോലി ഇല്ല ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു ട്രോമ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് എടുത്ത് നിങ്ങൾ കാണിച്ചു തരും. അതായത് നിങ്ങൾക്കൊരു നടുവേദന ഉണ്ട് എങ്കിൽ ആ നടുവേദന നിങ്ങൾക്ക് ഇങ്ങനെ കുത്തും, ഇങ്ങനെ ബാക്ക് ബോണിൽ നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, മൈൻഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണ് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ സമയത്ത് കാണാൻ പറ്റും. അതാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ടൈം കടന്നു പോകുന്നൊരു സമയം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടൈം ഇങ്ങനെ പോകുന്ന സമയം. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട്
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആർക്കും സഹായിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഡിവൈന് മാത്രമായിട്ട് വന്ന് സഹായിക്കാൻ പറ്റുന്ന ചില ടൈമുകളുണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള അല്ലെങ്കിൽ ഡിവൈനായിട്ട് പറഞ്ഞേക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നിങ്ങളുടെ അടുത്തോട്ട് വരാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇതിനും ഒക്കെ പറ്റത്തുള്ളൂ. ഈ സമയം കുറച്ചധികം ആൾക്കാർ കുറച്ച് അലച്ചിലുണ്ടാവും, കുറച്ച് അലയേണ്ടി വരും, ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ടി വരും, വിഷമം, പെയിൻ ഉണ്ടാവും ചില ആൾക്കാരെ സംബന്ധിച്ച്. എന്താ പറയുക, ഞാൻ സ്ട്രോങ് ആവണം, അതൊക്കെ നിങ്ങൾ ഒരുപാട് ഈ സമയത്ത് പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾക്കിപ്പം ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പീക്ക് പോയിന്റ് നിങ്ങൾ കാണിച്ചു തരും, അത് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, അതിൻ്റെ പീക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അത് തന്നെയാണ് മെയിൻലി സംഭവം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു നെഗറ്റീവ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവിൻ്റെ പീക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളൊരു പോസിറ്റീവ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവിൻ്റെ നെഗറ്റീവ് എന്താണോ ആ നെഗറ്റീവ് നിങ്ങൾക്ക് വ്യക്തമായിട്ടും കാണിച്ചു തരും എന്നുള്ളതായിട്ടാണ് കാണാൻ വരുന്നത്. ഒറ്റപ്പെട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത്. മേജർലി എന്താ പറയുക, ഒരു ഡൗൺ ആവുന്ന സിറ്റുവേഷൻ, മെൻ്റലി ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ്, ഡിസ്ട്രാക്ഷൻസ്, ചില ആൾക്കാരുടെ കണക്ഷൻസ്, ടെലിപ്പതി കണക്ഷൻസ്, പഴയ കർമാസ്, പഴയ ഓർമ്മകൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടും കൂടുതലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറയുക, ഇതൊരു ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു മാറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു മാറ്റമാണ്, യൂണിവേഴ്സിനെ സംബന്ധിച്ചൊരു മാറ്റമാണ്. യൂണിവേഴ്സ് കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തിന് ഭയപ്പെടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ, ചില സിറ്റുവേഷൻസിനെ ഭയപ്പെടേണ്ടി വരും, പക്ഷേ ചില കാര്യങ്ങളെയും ചില സിറ്റുവേഷൻസിന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഡിവൈനാണ് ഇത്. നമ്മുടെ ഗ്രഹം അല്ലേ, നമ്മളെ നെഗറ്റീവ് ആക്കുന്ന രീതിക്ക് ഈ ഭൂമി നമുക്കൊന്നും ചെയ്തു തരത്തില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമുക്ക് റിയലൈസേഷൻ ചെയ്യാനും വേണ്ടി മാത്രമായിരിക്കും. പല വീഡിയോസിലും പറയുന്നുണ്ട് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തുള്ള സംഭവമൊന്നുമില്ല. നമ്മുടെ മൈൻഡും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും, യൂണിവേഴ്സും പഞ്ചഭൂതങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അത് തന്നെയാണ് മെയിൻ. ഈ സമയം കുറേ അധികം ആൾക്കാർക്ക് ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കം എന്താണെന്ന് മനസ്സിലാവും, പുതിയ ബിസിനസ് ഐഡിയാസ് കിട്ടും, പുതിയ ഐഡിയാസ് കിട്ടും, പുതിയ ആൾക്കാരെ കിട്ടും, പുതിയ ലൈഫിൽ പുതിയ ആൾക്കാർ വരും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് പുതിയൊരു പാത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആവും. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ എനർജി, ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ മുങ്ങിപ്പോവും. എന്നിട്ട് പുതിയൊരു ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുക. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന സെപ്റ്റംബർ മന്ത് റീഡിങ് നോക്കിയപ്പോഴത്തേക്കും കണ്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഞാനൊരു ഹീലിംഗ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കുറേയധികം പെയിൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കൂടെ കണക്റ്റഡ് ആവും. അപ്പോൾ ഇവിടെ മേജർലി കാണുന്നത് നടക്കാൻ പഠിക്കും. നിങ്ങൾ വ്യക്തമായിട്ട് പുതിയ ജേണി എന്താണ്, നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അടുത്ത നിങ്ങൾ സ്റ്റക്കാണ്, റിലേഷൻഷിപ്പിൽ സ്റ്റക്ക്, കരിയറിൽ സ്റ്റക്ക്, ഫിനാൻഷ്യൽ സ്റ്റക്ക്, എല്ലാം കൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൽ എല്ലാം കൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു തുടക്കം വരാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട സമയമാണ്. അതായത് ഈ ടൈം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യും. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു ജോലിക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങാൻ വേണ്ടി നിന്നു, അതിൻ്റെ എന്താ പറയുക, ആ ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് പല സ്ഥലത്തും, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൺ ടൈം ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലോട്ട് അത് വരും. അത് 100% ഗ്യാരണ്ടിയാണ്. ആ സാധനം പ്രിപ്പയറായി നിങ്ങൾ അടുത്തോട്ട് വരണം. അതിനൊരു ടൈമുണ്ട്. ആ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ സമയം എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഗ്രോത്തും നിങ്ങൾക്ക് ഈ സമയം വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നടക്കാൻ പഠിക്കുന്ന ഒരു സമയമാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സമയമാണ്. ന്യൂ ജേണി, സ്ട്രോങ് ആവേണ്ട ഒരു സമയമാണ്. റിയലൈസേഷൻ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അവേക്കുന്ന ഞാനൊരു ട്രാൻസ്ഫർമേഷൻ ആവേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി ആ ഒരു ലൂപ്പിലോട്ട് കയറി നിങ്ങൾക്ക് പുതുതായിട്ട് പോവേണ്ട ഒരു ടൈമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ദേഷ്യവും കാര്യങ്ങളും എല്ലാം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് നിൽക്കുന്ന സമയമാണ്. ഡ്യുവൽ പേഴ്സണാലിറ്റി ക്യാരക്ടർ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരത്തില്ല. സിംഗിൾ ആയിട്ടുള്ള നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ യൂണിവേഴ്സൽ പരമായിട്ട് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ്, അതായത് യൂണിവേഴ്സലുമായിട്ട് കണക്റ്റഡ് ആവും. ചെടികൾ, അതുപോലെ തന്നെ പുതിയ പുതിയ ജീവികൾ, യൂണിവേഴ്സിൻ്റെ പുതിയ പുതിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കുറേയധികം കുളിർമയേറിയ കാഴ്ചകൾ, ഇതൊക്കെ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സമയമായിട്ടാണ് ഈ സമയത്തെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്.
അപ്പം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടത്. ചില സിറ്റുവേഷനിൽ പറ്റാത്ത സിറ്റുവേഷനിൽ ചില ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന കൊളീഗ്സ്, ഫാമിലി റിലേറ്റീവ്സ്, അങ്ങനത്തെയുള്ള ആൾക്കാരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം, റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മേ ബി മനസ്സിലായേക്കാം ഈ ഒരു സമയത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആരാണ് കൂടെ ഉള്ളത്, ആര് കൂടെ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വ്യക്തമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഇമോഷണലി ഡൗൺ, ഇമോഷണലി ഡാമേജ്, അതായത് നിങ്ങൾ ഈ സമയത്ത് കൂടുതലും ഇമോഷണലി ഡാമേജ് ആയിരിക്കും. അതായത് എനിക്ക് മാത്രം എന്താണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്, ഞാൻ യൂണിവേഴ്സിൻ്റെ ഇത്രത്തോളം പ്രാർത്ഥിച്ചും പിന്നെയും ഡൗൺ എനിക്ക് എന്തുകൊണ്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞാത്തൊരു സമയത്ത് നിങ്ങൾ ചോദിച്ച് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളെ ഈ സമയത്തും വെറുതെ അല്ലെങ്കിൽ കൈവിടത്തില്ല എന്നുള്ളത് യൂണിവേഴ്സ് തന്നെ നിങ്ങളിലോട്ട്, കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എരിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇമോഷണലി ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇമോഷണലി ഡൗൺ ആവും, ചില സമയങ്ങളിൽ മാനസികമായിട്ട് ഡൗൺ ആയിട്ട് വിഷമം, അങ്ങനത്തേക്കുള്ള ഒരു പീക്ക് ഡൗൺ പല ആൾക്കാരിൽ നിന്നും, പല സിറ്റുവേഷനിൽ നിന്നും, പല സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾ വിഷമിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡിവൈനുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കേണ്ട ടൈമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്സ്, ഡിവൈനെ താങ്ക്സ് പറയുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അവേക്കനിങ് സിറ്റുവേഷനാണ്. ഈ ഭൂമി എന്താണ്, ഈ യൂണിവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രഹത്ത് എന്താണ്, ഇത് നിങ്ങൾക്ക് നന്ദി പറയേണ്ട ടൈമാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഇവരുടെ അടുത്ത് എന്തായാലും നിങ്ങൾക്ക് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ സമയത്ത്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ വരാൻ വേണ്ടിയിട്ട്, ഈ ഗ്രഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ വരണം എന്ന് വിധി എഴുതിയ, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ വരാൻ സാഹചര്യം ഒരുക്കി തന്ന നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ ഒരുപാട് താങ്ക്സ് പറയേണ്ട സമയമാണ്. ഇറ്റ്സ് എ അവേക്കനിങ് സിറ്റുവേഷൻ. സ്പിരിറ്റൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എനർജി പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആവുന്ന ടൈമാണ്. ഇങ്ങനത്തുള്ള സമയങ്ങളിലാണ് നിങ്ങൾ ഡിവൈനുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവുന്നത്. ഈ സമയം യൂണിവേഴ്സിനെ മോശപ്പെടുത്തല്ല വേണ്ടത്, ഈ സമയം യൂണിവേഴ്സിനെ നെഗറ്റീവ് ആക്കല്ല വേണ്ടത്. പലരും പറയുന്നത് കണ്ട് യൂണിവേഴ്സിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നിൽക്കരുത്. യൂണിവേഴ്സിന് താങ്ക്സ് മാത്രം പറയുക. നെഗറ്റീവാണ്, അങ്ങോട്ട് പോകരുത്, ആ എനർജി ഡൗൺ ആണ്, അങ്ങനെയൊന്ന് പറയാൻ നിൽക്കരുത്. ഈ സമയത്ത് നിങ്ങൾ താങ്ക്സ് പറയുക. ഈ സമയത്താണ് നിങ്ങളുടെ റിയൽ ക്യാരക്ടർ നിങ്ങൾ കാണിക്കേണ്ടത്. ഈ സമയം, കാരണം യൂണിവേഴ്സ് അത്രത്തോളം ഡൗൺ ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് യൂണിവേഴ്സലിനും ഒരു ഡൗൺ ആണ്. അതായത് ഒരു ഡാർക്ക് നൈറ്റ് സോളിൽ, അവരും ഡാർക്ക് നൈറ്റ് സോളിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താങ്ക് യു പറയണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് യൂണിവേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊരു അവേക്കനിങ് സിറ്റുവേഷൻ ആണ്, അല്ലാണ്ട് ഇത് വേറെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് അവേക്കനിങ് സിറ്റുവേഷനിലായിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സിറ്റുവേഷൻസ് അതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ, ടാറ്റ.